ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, അപ്പോൾ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ താലിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോസൊക്കെ അവർ ഫോട്ടോസ് എടുക്കുന്നത് നോക്കി നിൽക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് ചെറിയൊരു കുഞ്ഞ് വ്ളോഗായിട്ട് കണ്ടാൽ മതി, കാരണം ഒരു സദ്യ കഴിക്കൽ വ്ളോഗ് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് സദ്യ കഴിക്കുന്നതാണല്ലേ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം സദ്യ കഴിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാ സദ്യയൊക്കെ എല്ലാ വിഭവങ്ങളും എത്തി ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. സൈബൂന് ഒറ്റയ്ക്ക് തിന്നണം പറഞ്ഞാൽ അവൾ ഒറ്റക്കൊക്കെ തിന്നുന്നുണ്ട്. അവൾക്ക് കഴിയുന്ന രീതിയിൽ ഒറ്റക്കൊക്കെ തിന്നു, ബാക്കി പിന്നെ ഞാൻ വാരി കൊടുത്താണ് ചെയ്തത്. പിന്നെ എന്താ പറയുക, എല്ലാ തരം കറികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഫുള്ള് ബിരിയാണി നെയ്ച്ചോറ് എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടൊരു സുഖമില്ലായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം സദ്യ കിട്ടി. അതിലുള്ള എല്ലാ വിഭവങ്ങളും ഇത്തിരീച്ച എടുത്ത് ചോറിലിട്ട് മിക്സാക്കി കൊഴിച്ച് തിന്നാനൊരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നത് കൊണ്ടാണെന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. പിന്നെ സൈബുവിനാണ് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അവൾ പറഞ്ഞു അവൾക്ക് ഒറ്റക്ക് മതിയെന്നും പറയുന്നുണ്ട്, പക്ഷേ അവൾ ഒറ്റക്ക് തിന്നാൻ കഴിയാത്തൊരു രീതിയാണ്. അപ്പോൾ ഞാനും വാരി കൊടുത്ത് അവളും ഒറ്റയ്ക്ക് തിന്ന് ഞങ്ങളെങ്ങനെയൊക്കെ തിന്ന് കഴിഞ്ഞ്. പിന്നെ ഞങ്ങളെ മെയിൻ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം പപ്പടം പഴം മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ച് തിന്നാന്നുള്ളതാണ്. പക്ഷേ നമുക്കിതിൽ പഴം കിട്ടിയില്ല, സാരമില്ല, പപ്പടം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. സൈബുവിന് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു കൊണ്ട് അവളുടെ പപ്പടം നമ്മൾ ബാലൻസ് ഉണ്ടായത് കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനും ഋതുവും എന്താ പറയുക പായസമൊക്കെ ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കിയിട്ട്, പായസത്തിൽ പപ്പടം ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് തിന്നാണ്. അപ്പോൾ സൈബ് പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തിന്നണം, വേഗം ചോറ് തിന്നതിൻ്റെന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു. എന്താ അറിയില്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് എണീക്കാൻ തോന്നുന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ആൾക്കാർ കസാലയ്ക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു പഴത്തിൻ്റെയും കൂടി കുറവുണ്ട് ഇതിലെന്ന് ഞാനിങ്ങനെ ഋതുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും. എന്തായാലും വേണ്ടില്ല, ഇന്നത്തെ സദ്യ ഗംഭീരമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വടിച്ച് കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന കണ്ടപ്പോൾ സൈബുവിന് വേണമെന്ന് തന്നെ അതിന് ലാസ്റ്റ് അവളുടെ പപ്പടത്തിൽ നിന്ന് തന്നെ കൊഴിച്ച് അവൾക്കും കൊടുത്തു. അപ്പോൾ അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പായസം ഫുള്ളും കുടിക്കാൻ അവൾക്ക് നേരം കിട്ടിയില്ല. അപ്പത്തിൻ്റെ അടുത്ത ആൾ വന്നിരുന്നു. അപ്പോൾ അവളെ പായസം എടുത്ത് ഞാൻ പുറത്ത് നമുക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ആ പായസം കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ചെക്കനും പെണ്ണുള്ള സ്ഥലത്തേക്ക് പോയി. ഇപ്പോഴും അവർ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ പിന്നെ ഞങ്ങൾ എന്താക്കി, വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പ്ലേസ് നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്താട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ ബൈ.